മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി കാവുകളിൽ വർഷാവർഷം നടത്തപ്പെടുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പടയണി എന്നും പറയാറുണ്ട്. പ്രണവാലയ പാഹി പരിപാലയ പരമേശി കമലാലയ ശ്രീദേവാംബുരാസി ധീം താരാ ധീം ധീം താരാ ജതുല. 40-ലധികം കാവുകളിൽ പടയണി നടത്തപ്പെടുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളിലും കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങളുമായിട്ട് അതിവിശാലമായി കിടക്കുന്ന പമ്പയാറിൻ്റെയും മണിമലയാറിൻ്റെയും ഒക്കെ ഇരുകരകളിലുമായിട്ടുള്ള കരകളിലാണ്. അവിടങ്ങളിലുള്ള ഭഗവതി ക്ഷേത്രങ്ങളാണിപ്പോൾ. മുൻകാലങ്ങളിൽ അതെല്ലാം കാവുകളായിരുന്നു. കാവുകളിലാണ് പടയണി വർഷാവർഷം നടക്കുന്നത്. 8 ദിവസം മുതൽ 28 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനപൂർണമായിട്ടുള്ള നിരവധി ചടങ്ങുകളുടെയും കലാരൂപങ്ങളുടെയും ഒരു സമ്മിശ്ര രൂപമെന്ന് വേണമെങ്കിൽ പടയണിയെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു കടലീരു കടലേ മുക്കടൽ നാക്കടലേ ഒരു കടലേരു കടലേ മുക്കടൽ പടയണിയുടെ ചരിത്രപരമായ വശമുണ്ട്, ഐതിഹ്യപരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഐതിഹ്യം പറയുന്നത് ദാരികവധമാണ്. ഘോരനായിട്ടുള്ള ദാരികാസുരനെ കൊണ്ട് പൊറുതിമുട്ടിയ അവസരത്തിൽ ദേവകളെല്ലാം കൂടി ശ്രീ പരമേശ്വരനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ ഭദ്രകാളി ദാരികനെ വധിച്ച് ആ യുദ്ധത്തിലുണ്ടായ ഘോരമായ കോപം ഉൾക്കൊണ്ടുകൊണ്ട് ആ കലി അടങ്ങാതെ ദാരികന്റെ ശിരസുമായി കൈലാസത്തിലേക്ക് വന്നപ്പോൾ ആ കോപാഗ്നിയിൽ ലോകം വെണ്ണീറാകുമെന്നുള്ള ഭയത്താൽ മുരുകന്റെയും ഗണപതിയുടെയൊക്കെ നേതൃത്വത്തിൽ പച്ചപ്പാളയിൽ കോലങ്ങൾ ചമച്ച് കെട്ടിയാടുകയും ഭഗവതി അത് കണ്ട് പൊട്ടിച്ചിരിച്ച് ശാന്തയാവുകയും ചെയ്തു എന്നാണ് സങ്കല്പം, ഐതിഹ്യ സങ്കല്പം. അതിൻ്റെ സ്മരണാർത്ഥമാണ് വർഷാനുവർഷം ഓരോ ഭഗവതി ക്ഷേത്രങ്ങളിലും പടയണി നടത്തുന്നതെന്നാണ് പടയണിയുടെ ഐതിഹ്യത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അന്തരയക്ഷിതോ നീയേ ആകാശയക്ഷിതോ നീയേ അന്തരയക്ഷിതോ നീയേ ആകാശയക്ഷിതോ നീയേ. പടയണിയിലെ തെക്കൻ വടക്കൻ എന്നിങ്ങനെ 2 സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സാമാന്യ ജനത്തിന് ഒറ്റക്കാഴ്ചയിലും മറ്റും അത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം തന്നെ താളങ്ങൾ ഉൾപ്പെടെയുള്ളതും കോലപ്പാട്ടുകളും അതിൻ്റെ അടിസ്ഥാന അനുഷ്ഠാനങ്ങളുമൊക്കെ തന്നെ ഏകദേശം ഒന്നാണെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ പടയണിയുടെ ചിട്ടവട്ടങ്ങളിലും കോലം തുള്ളലുകളിലും മറ്റുമായിട്ട് പ്രകടമായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ തെക്കൻ വടക്കൻ എന്ന 2 ചിട്ട സമ്പ്രദായം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇതിനെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് ഇഴുകിച്ചേർന്ന് പടയണിക്കൊരു ഏകദാന സ്വരൂപം കൈവന്നിട്ടുണ്ട്. യക്ഷിതോ നീയേ കാലയക്ഷി
അല്ലെങ്കിൽ ഉദ്ഭവം എവിടെ നിന്ന് എങ്ങനെയെന്നുള്ളതിന് വ്യക്തമായ ഒരു ചരിത്ര രേഖകളൊന്നുമില്ല. കാരണം നമ്മുടെ കലകളെല്ലാം തന്നെ നാട്ടുകലകളാണേലും ശാസ്ത്രീയ കലകളാണെങ്കിലും എല്ലാം തന്നെ ക്രമപ്പെടുത്തിയ ഒരു രേഖപ്പെടുത്തിയ ഒരു ചരിത്ര രേഖകളില്ലാതെ നൂറ്റാണ്ടുകളായി വാമൊഴികളിലൂടെയും കളരികളിലൂടെയും ഒക്കെ പകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണുള്ളത്. അപ്പോൾ എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെന്നെത്തി എന്നുള്ളതിനെക്കുറിച്ചിട്ട് സുവ്യക്തമായിട്ടൊരു അഭിപ്രായം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ പോലും വടക്കൻ ചിട്ടയുടെ അടിസ്ഥാനം കല്ലുപ്പാറ ചിട്ടയെന്നും ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏകദേശം സംഘകാലത്തോളം പഴക്കമുള്ള നമ്മുടെ മനുഷ്യ സംസ്കൃതിയുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജീവിതക്രമങ്ങൾ ഇവയെല്ലാം തങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ കാവുകളുമായി ബന്ധപ്പെട്ട് വർഷാവർഷം അനുഷ്ഠിച്ചു പോരുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായാണ് പടയണിയുടെ എല്ലാ ചടങ്ങുകളും എന്ന് നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഓരോ സമൂഹങ്ങളും വെച്ച് പുലർത്തിയിരുന്ന അവരുടെ ആരാധനാ അനുഷ്ഠാന സമ്പ്രദായങ്ങളെ ഒന്നിച്ചു കോർത്തിണക്കി സമന്വയിപ്പിച്ച് നിരവധിയായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെയും കലാരൂപങ്ങളുടെയും ഒരു സമ്മിശ്ര രൂപം പടയണിയിലെ ഒരു നാടിൻ്റെ ദേശത്തിൻ്റെ, അതായത് ഒരു കരയുടെ സ്വരൂപമാക്കി മാറ്റുന്നതിന് മുന്നിൽ നിരവധിയായിട്ടുള്ള ചിട്ടപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രപരമായിട്ട് അതിന് കൃത്യമായ രേഖകളില്ല എങ്കിൽ പോലും ഏകദേശം 12-13 നൂറ്റാണ്ടുകളോടുകൂടിയൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ചിട്ടപ്പെടുത്തൽ ഏകദേശം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ലോകത്ത് നിരവധിയായിട്ടുള്ള ഫോക്ക് ആർട്ടുകൾ, അതായത് ജനവിജ്ഞാന കലകൾ, ശാസ്ത്രീയ കലകൾ ഇങ്ങനെയൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പരസ്പര പൂരകങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തന്നെ സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ കലകളിലെല്ലാം തന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പടയണിയെ കാണുവാൻ സാധിക്കുന്ന പ്രത്യേകതകൾ നിരവധിയായിട്ടുണ്ട്. ഒന്ന്, ഇതൊരു വ്യക്തികലയല്ല. ഒരു വ്യക്തിയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നടത്തപ്പെടാവുന്ന ഒരു കലയല്ല. ഒരു സംഘകലയല്ല. ഒരു കൂട്ടം ആൾക്കാർ പെർഫോം ചെയ്തിട്ട് മറ്റുള്ളവർ ആസ്വദിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സമൂഹ കലയായിട്ട് പോലും ഇതിനെ കാണാൻ സാധിക്കില്ല. അതിനുമൊക്കെ വരിയായിട്ടുള്ള ഒരു സമാജകല അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കല എന്ന് പറയുവാൻ സാധിക്കുന്ന തരത്തിൽ അതിവിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസാണ് ശരിക്കും പടയണി ഉണ്ടായത്. ഒരു കരയിൽ പടയണി നടക്കുമ്പോൾ കരയിലെ മുഴുവൻ ആൾക്കാരും പടയണിക്ക് കൂടാൻ പോവുക എന്നാണ് പറയുന്നത്. ആ കരയിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് പടയണി നടത്തപ്പെടുന്നത്. പടയണിയിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അവിടെ അതിൻ്റെ വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഓലയുടെ ചൂട്ട, ഈ തെങ്ങിൻ്റെ ഓലമടൽ, ആ ചൂട്ട് കത്തിച്ചിട്ടുള്ള വെളിച്ചം. അതുപോലെ തന്നെ കവുങ്ങിൻ്റെ പാള, പച്ചപ്പാള എടുത്ത് അത് ചെത്തി ഒരുക്കി അതിലെ നിരവധിയായിട്ടുള്ള ദേവതാ സ്വരൂപങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നു. അതിന് കോലങ്ങളെന്ന് പറയും. അതിലെ പഞ്ചവർണ്ണങ്ങളെന്നുള്ള സങ്കല്പത്തിൽ ചായങ്ങൾ കൊടുത്ത് ചമയ്ക്കുന്ന കോലങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചുവപ്പിനായിട്ട് ചെങ്കല്ലും കറുപ്പിനായിട്ട് കരിയും മഞ്ഞയ്ക്കായിട്ട് മഞ്ഞളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പാളയുടെ ചെത്താത്ത ഭാഗം പച്ച നിറത്തിലും ചെത്തിയ ഭാഗം വെള്ള നിറത്തിലും ചേരുമ്പോൾ അങ്ങനെ പഞ്ചവർണ്ണം 5 നിറക്കൂട്ടുകൾ ചേർന്നിട്ടുള്ള അടിസ്ഥാന ക്രമീകരണമാണ് കോല രചനാ സമ്പ്രദായത്തിനുള്ളത്. കോലം എഴുത്തെന്ന് തന്നെയാണ് പറയാറ്. ഓരോരോ മണം കേട്ട് ബാധിച്ചോ രക്ഷിമാർക്ക് ഓരോരോ മണമുണ്ടെന്നറിയാകുന്നേ. അതേപോലെ തന്നെ കോലം തുള്ളൽ മാത്രമല്ല പടയണിയുടെ അനുഷ്ഠാന രൂപങ്ങളിലുള്ളത്. 8 ദിവസം മുതൽ 28 ദിവസം വരെ നടക്കുന്ന പടയണി ചടങ്ങുകളിൽ ചൂട്ടുവെപ്പ് എന്ന് പറയുന്നൊരു ചടങ്ങോട് കൂടിയിട്ടാണ് പടയണി ആരംഭിക്കുന്നത്. പിന്നെ കുറേ ദിവസങ്ങളിൽ ചൂട്ടുവലത്തും അങ്ങനെയുള്ള ആർപ്പുവിളികളും ഒക്കെ ആയിട്ട് പടയണി പോകുന്നു. ക്രമേണ ഓരോ ദിവസങ്ങളായിട്ട് അതിൻ്റെ ഓരോരോ ചിട്ടവട്ടങ്ങൾ കൂടി വന്ന് അവസാന ദിവസം എല്ലാ ചടങ്ങുകളോടും കൂടിയിട്ടുള്ള വലിയ പടയണി എന്ന രീതിയിലാണ് സമാപിക്കുന്നത്. ഓരോ കരയിലും പടയണി നടത്തിപ്പിന് വേണ്ടിയിട്ട് പടയണി കളരികളുണ്ടാകും.
ആ കളരികളിൽ വർഷാവർഷം പുതിയ പുതിയ ആൾക്കാർ, കുട്ടികളെ പണ്ട് കാലങ്ങളിൽ കളരി എന്ന് പറഞ്ഞാൽ ആയോധന കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പാരമ്പര്യത്തിൽ നിന്നാണ് പടയണി കളരികളുടെ ഉത്ഭവം തന്നെ. അപ്പോൾ അതിലെ പഴയകാല കളരി അഭ്യാസങ്ങളുടെ ചുവടുകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്നാണ് പടയണിയിലെ കോലം തുള്ളലും മറ്റുള്ള കാര്യങ്ങളുടെയും ചുവടുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ തന്നെ എണ്ണയിട്ട് കച്ച കെട്ടി മെയ്വഴക്കത്തോടുകൂടി പരിശീലനം സിദ്ധിച്ചിറങ്ങുന്ന കലാകാരന്മാരാണ് പടയണിയെ അവതരിപ്പിക്കുന്നത് ഓരോ കലയും. അതേപോലെ തന്നെ ബാധോപദ്രവങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടി യക്ഷിക്കോലങ്ങൾ കെട്ടിത്തുള്ളുന്നു. കൃഷിയുടെയും കന്നുകാലികളുടെയും ഒക്കെ പരിരക്ഷണാർത്ഥം വീരാരാധനയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മാടൻ കോലം സമർപ്പണം കെട്ടിത്തുള്ളുന്നു. അതുപോലെ തന്നെ ഭഗവതിയുടെ സ്വരൂപമായിട്ടുള്ള വലിയ കോലങ്ങൾ, ഭൈരവിക്കോലം, അതേപോലെ തന്നെ മാർക്കണ്ഡേയ ചരിത്രം ആ കഥ പാടിയിട്ട് തുള്ളുന്ന കാലൻ കോലം, അങ്ങനെ നിരവധിയായിട്ടുള്ള കോലങ്ങൾ, യക്ഷിക്കോലങ്ങളിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള കോല സ്വരൂപങ്ങളുണ്ട്. സുന്ദരയക്ഷി, അന്തരയക്ഷി, മായയക്ഷി, അരക്കി, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കോലങ്ങൾ പടയണിയിലുണ്ട്. ഓരോ സ്ഥലത്തെയും ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചിട്ട് അവിടുത്തെ പ്രാധാന്യം അനുസരിച്ചിട്ടുള്ള കോലങ്ങളാണ് സാധാരണ ഓരോ പടയണിയിലും നടത്തപ്പെടാറുള്ളത്.